അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഫത്ഹ് മക്ക ഉണ്ടായ വർഷം ഹിജ്റ 13, ഹിജ്റ 8, ഹിജ്റ 10, ഹിജ്റ 8 ആണ് ശരി ഉത്തരം. മഹ്ശറിൽ അമലുകൾ തൂക്കും. ഹിസാബിൽ, സുറാത്തിൽ, മീസാനിൽ എന്നതാണ് ശരി ഉത്തരം. മുറുക്കി പിടിക്കുക. അക്രമം, ദുരാചാരങ്ങൾ, നബിചര്യയെ എന്നതാണ് ശരി ഉത്തരം. 4. നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടവർ മാതാപിതാക്കൾ, അനാഥകൾ, രോഗികൾ. മാതാപിതാക്കളാണ് ശരി ഉത്തരം. തൂങ്ങിയുറക്കം എന്നാണ് അർത്ഥം. നൗം, സിനത്ത്, സനത്ത്. സിനത്താണ് ശരി ഉത്തരം. ഗ്രാമം എന്നാണ് അർത്ഥം. ഖറിയ, ഖദം, ഖിത്ഫ്. ഖറിയയാണ് ശരി ഉത്തരം. ചേരുംപടി ചേർക്കുക. വിജയം നേടാൻ ആവശ്യമാണ് ഇൽമ്, അറിവ്. നാം ഉപേക്ഷിക്കണം പലിശ. 9. ഹിഫ്ള് എന്നാണ് അർത്ഥം. സംരക്ഷണം. ഹിഫ്ള് എന്നതിൻ്റെ അർത്ഥം സംരക്ഷണം. 10. രഹസ്യമായി ചെയ്താൽ അർഷിന്റെ തണൽ ലഭിക്കും. സ്വദഖ, ധർമ്മം. 11. പാവങ്ങളോട് കാണിക്കണം. കരുണ കാണിക്കണം. പൂരിപ്പിക്കുക. ഹിജ്റ ഡേഷാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 11ാം വർഷം. 13. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി ഡേഷ് എന്നിവ ചൊല്ലണം. ബിസ്മി, ഹംദ്, സ്വലാത്തി എന്നിവ ചൊല്ലണം. ഹൗദുൽ കൗസറിലെ പാനീയം ഡേഷിനേക്കാൾ സുഗന്ധമുള്ളതാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. 15. മറ്റൊരാളുടെ ഡേഷിന് ക്ഷതമേൽപ്പിക്കരുത്. അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. 16. കരുണയുള്ളവർക്ക് മാത്രമേ ഡേഷ് കടക്കുകയുള്ളൂ, സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. 17. വലാ യഊദുഹു ഡേഷ് വഹുവൽ അലിയുൽ അദീം വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക. അല്ലാഹു തആല തന്റെ എത്ര റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവച്ചിരിക്കുന്നു? 99 റഹ്മത്ത്. 19. മക്ക ഫത്ഹ് ദിവസം അദാൻ മുഴക്കിയതാര്? ബിലാൽ റളിയല്ലാഹു അൻഹു. 20. ഞാൻ നീനവക്കാരനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാരാണ്? അദ്ദാസ്. 21. ഇസ്ലാമിന്റെ ജീവനും നെടും തൂണുമാണ് എന്ത്? ഇൽമ്, അറിവ്. 22. അർഷിന്റെ തണൽ ലഭിക്കുന്ന ഭരണാധികാരി ആര്? നീതിമാനായ ഭരണാധികാരി. തിന്നു എന്നതിന്റെ അറബി വാക്ക് അകല. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യചുംബനം നൽകി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? തിബ്ത ഹയ്യൻ വ മയ്യിത. അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. 25. വിജ്ഞാനം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്നു എങ്ങനെ? ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും. 26. മഹ്ശറിലെ ഹൗദുൽ കൗസർ ലഭിക്കില്ല ആർക്ക്? കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും. 27. ഹജ്ജത്തുൽ വദാഇൽ പ്രഭാഷണത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ഇവിടെ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. 28. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും ആരൊക്കെ? അമ്പിയാക്കൾ, അള്ളാഹു പ്രത്യേകം ആദരിച്ചവർ. 29. ഫത്ഹ് മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് പറഞ്ഞതെന്ത്? പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. 30. അറബിയിൽ എഴുതുക. അവന് ഭാരമാവുകയില്ല. ലാ യഊദുഹു. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചു. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി.
ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു അത്. 32 അർശിന്റെ തണൽ. മഹ്ശറിൽ സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും. ശക്തമായ ചൂടുണ്ടാകും. ആളുകൾ തണലിനു വേണ്ടി കേയും. അന്ന് 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ നൽകി ആദരിക്കും. നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ. കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവർ, രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവർ. ഈ ഭാഗങ്ങളെല്ലാം അതിലെഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.